ഇന്നത്തെ വീഡിയോ നമുക്ക് അടിപൊളിയായിട്ട് തന്നെ തുടങ്ങാട്ടോ. എല്ലാവരും പാർട്ട് 1 കണ്ടില്ലേ ഈ വീഡിയോൻ്റെ ഷെയ്ഖ് സായിദ് ഫെസ്റ്റിവൽ. അപ്പോൾ നമ്മൾ എല്ലാവരും മോസ്റ്റ്ലി ഗ്ലോബൽ വില്ലേജൊക്കെ പോയിട്ടുണ്ടാവും. അതിൻ്റെ ഒരു മിനി വേർഷൻ നമ്മുടെ അബുദാബിയിലുള്ളതാണ് കേട്ടോ ഈ ഷെയ്ഖ് സായിദ് ഫെസ്റ്റിവൽ. അടിപൊളി ഫയർ വർക്ക്സ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഈ ഫയർ വർക്ക്സ് നിങ്ങൾ കണ്ടോളൂ. എന്ത് പറയുന്നു, ഫയർ വർക്ക്സ് അടിപൊളിയല്ലേ? എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടോ. നല്ല രസമുള്ള ഫയർ വർക്ക്സ് ആയിരുന്നു. പിന്നെ അടുത്ത് നിന്ന് ഇരുന്നിട്ടൊക്കെ കാണാൻ പറ്റി ഞങ്ങൾക്ക്. അപ്പോൾ ഞങ്ങൾ ഒരുപാട് എൻജോയ് ചെയ്തു ഫയർ വർക്ക്സ്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇവിടുത്തെ അബുദാബി ഷെയ്ഖ് സായിദ് ഫെസ്റ്റിവൽ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും പോയിട്ട് അറ്റ്ലീസ്റ്റ് വൺസ് ഒന്ന് പോയി കാണാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ കുറേ അധികം പൗലിയൻസും അതേപോലെ എല്ലാ കൺട്രീസിലെ പൗലിയൻസും അതുപോലെ നമുക്ക് ആ കൺട്രിയുടെ കൾച്ചറും ട്രഡീഷനും ഇതെല്ലാം നമുക്ക് ഇങ്ങനത്തെ എക്സ്പോ സെൻറ്റേഴ്സിലൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കണ്ട് പഠിക്കാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾക്ക് കുട്ടികൾക്ക് വേണമെങ്കിൽ അങ്ങനെ എസ്പെഷ്യലി ഇവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് ഓരോ ട്രഡീഷനും കൾച്ചറും കസ്റ്റംസും ഇതെല്ലാം പഠിപ്പിച്ചു കൊടുക്കണമെങ്കിലും നമുക്ക് അവിടെ പോയിട്ട് ഒരു എഡ്യൂക്കേഷണൽ ടൂർ പോലെയും നമുക്ക് ഇങ്ങനെ പോകാവുന്നതാണ്. സോ വൺസ് അഗെയിൻ വെൽക്കം ടു അവർ ചാനൽ മോർ ഫോർ ചാൻസ്. സോ ഇത് കണ്ടില്ലേ കുഞ്ഞിനൂടെ ചാടി കളിക്കുന്നത്? ഇത് നല്ല എക്സൈറ്റിംഗ് ആയ ഫണ്ണായിട്ടുള്ള ഒരു എലിമെൻ്റ് ആയിരുന്നു കേട്ടോ അവിടെ. ഞങ്ങൾ അവിടെ ഫുഡൊക്കെ കഴിച്ച് ഫയർ വർക്ക്സൊക്കെ കഴിഞ്ഞപ്പോൾ അവിടെ ഈവൻറ്റ് സ്റ്റേജില്ലേ അതിൻ്റെ ഫ്രണ്ടിൽ ഉള്ള ഫൗണ്ടെയിൻസ് ആണിത്. അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ നമുക്ക് ലേസർ ഷോസും നടക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഈ ഈവൻറ്റ് നോക്കി നിൽക്കുമ്പോൾ പെട്ടെന്ന് സ്റ്റാർട്ടായതാണ് കേട്ടോ ഈ വാട്ടർ ഫൗണ്ടെയിൻ. നല്ല രസമായിരുന്നു. കുട്ടികളൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടോ. അപ്പോൾ ഇത് പെട്ടെന്നുള്ള ഒരു ഫൗണ്ടെയിൻസ് ആയിരുന്നു കേട്ടോ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അത്ര നേരം ഒന്നും ഉണ്ടായിരുന്നില്ല. അവിടെ നിന്ന കുട്ടികളൊക്കെ നനഞ്ഞു കേട്ടോ. പക്ഷേ ഞാനവിടെ വീഡിയോ എടുക്കാൻ നിൽക്കുകയായിരുന്നു. അതിന് ചുറ്റും ഈ ഫൗണ്ടൻ്റെ ഇതുണ്ടെന്ന് നമുക്കറിയില്ലായിരുന്നു. ആക്ച്വലി ഞാൻ നനഞ്ഞേനെ. ഞാൻ ഒബ്സർവ് ചെയ്ത കാരണം പെട്ടെന്ന് ഞാൻ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ ഫുൾ നനഞ്ഞേനെ കേട്ടോ. നല്ല രസമായിരുന്നു, നല്ല എൻജോയ്മെൻ്റ് ആയിരുന്നു, എസ്പെഷ്യലി കുട്ടികൾക്ക്. അങ്ങനെ അവിടെ ഫൗണ്ടെയിൻ ഷോ ഒക്കെ കണ്ട് ഞങ്ങൾ വീണ്ടും പോയത് റൈഡ്സിലേക്കാണ് കേട്ടോ. ഞാനിപ്പോൾ റൈഡ്സിലൊക്കെ കയറിയിട്ട് മേ ബി 10 ഇയേഴ്സൊക്കെ ആയിട്ടുണ്ടാവും കേട്ടോ. അത്ര അധികമായി. ഞാൻ ഗ്ലോബൽ വില്ലേജിൽ ഇടയ്ക്ക് റൈഡ്സിൽ പോകാറുണ്ട്. പിന്നെ കുട്ടികളെ കൊണ്ട് പോകുമ്പോൾ നമുക്ക് റൈഡ്സിലൊന്നും എൻജോയ് ചെയ്യാൻ പറ്റില്ല. ലൈക്ക് കുട്ടികളെ അലോ ചെയ്യില്ലല്ലോ റൈഡ്സൊക്കെ വെച്ചിട്ട്. ബട്ട് ഇപ്രാവശ്യം ഞങ്ങൾ കുട്ടികളെ എന്താ പറയുക, മറ്റേ ബൗൺസിങ് ജമ്പ് ചെയ്യുന്ന സംഭവമില്ലേ, മറ്റേ ബൗൺസേഴ്സ് അവിടെ ആക്കിയിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ എന്താ പറയുക റൈഡ്സിലൊക്കെ പോയി എൻജോയ് ചെയ്ത ഒരു ഡേ ആണ് കേട്ടോ. അടിപൊളി ഒരു ദിവസം തന്നെയായിരുന്നു. കുട്ടികളുടെ ഒപ്പം ഞങ്ങളും സൂപ്പറായിട്ട് എൻജോയ് ചെയ്തു. ഇത് അവിടുത്തെ ഒരു ചെറിയ റൈഡാണ് കേട്ടോ. ആക്ച്വലി കുട്ടൂനങ്ങനെ റൈഡ്സിലൊന്നും കയറ്റിയിട്ടില്ല. ഇങ്ങനത്തെ കുറച്ച് വലിയ റൈഡ്സിലൊന്നും അവൻ കയറിയിട്ടില്ല കേട്ടോ. മേബി ആദ്യമായിട്ടാണ് ഇങ്ങനെ അപ്പ് ആൻഡ് ഡൗൺസും കുറച്ച് ഫാസ്റ്റായിട്ടുള്ള ഈ റൈഡിൽ അവൻ കയറുന്നത് ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു. എനിക്ക് കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു, പക്ഷേ അവൻ കൂളായിരുന്നു കേട്ടോ. ആൾ നന്നായിട്ട് എൻജോയ് ചെയ്തു. പിന്നെ ഞങ്ങൾ കയറിയതാണ് ജയൻറ്റ് വീൽ. ഈ ജയൻറ്റ് വീൽ കണ്ടിട്ട് ആക്ച്വലി ഈ ജയൻറ്റ് വീൽ തിരിയുന്നുണ്ടെന്ന് തന്നെ അറിയുന്നുണ്ടായിരുന്നില്ല. ഞാൻ ആക്ച്വലി മുകളിൽ കയറി ഇങ്ങനെ തിരിഞ്ഞ് വരുമ്പോൾ നമുക്ക് വീഡിയോസൊക്കെ കിട്ടുമല്ലോ എന്ന് വിചാരിച്ച് കയറിയതാണ്. പക്ഷേ ദ ക്ലാരിറ്റി ഓഫ് ദ വീഡിയോ അത്ര കിട്ടിയില്ല. അതിൻ്റെ മറ്റേ കൂളിംഗ് ഷീറ്റ്സ് ഇല്ലേ അതൊക്കെ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് അത്ര ക്ലാരിറ്റി വീഡിയോസൊന്നും ഉദ്ദേശിച്ച പോലെ കിട്ടിയില്ല കേട്ടോ. ഇതാണ് അതിൻ്റെ മുകളിലത്തെ വ്യൂ. കുഞ്ഞൻ പറയുന്നുണ്ടായിരുന്നു എങ്ങനെങ്കിലും അതിൻ്റെ അകത്തുനിന്നൊന്ന് ഇറങ്ങിയാൽ മതിയെന്ന്. ലൈക്ക് അത് മൂവ് ആവുന്നുണ്ടെന്ന് തന്നെ അറിയുന്നുണ്ടായിരുന്നില്ല. അതിൻ്റെ അകത്ത് വെറുതെ കയറിയിരുന്ന് നമുക്ക് കാഴ്ചകളൊക്കെ കാണാം, അത്രയേ ഉള്ളൂ. നമ്മൾക്ക് ഈ എക്സ്പോ സെൻറ്റർ ഫുൾ അതിൻ്റെ അകത്തിരുന്ന് കഴിഞ്ഞാൽ
ഞങ്ങളിപ്പോ ജെയിന്റ് വീലിന്റെ ടോപ്പിലാണുള്ളത് കണ്ടോ. ഞങ്ങള് താഴെ റൈഡ്സ്. ഓക്കെ, നമ്മൾ താഴെ പോയോണ്ടിരിക്കണ മനസ്സിലായിരുന്നില്ല നമ്മൾ കൊണ്ടുപോയത്. അങ്ങനെ നമ്മുടെ നാട്ടിലുള്ള പോലെ ജെയിന്റ് വീലൊക്കെ പ്രതീക്ഷിച്ചിട്ട് ഇവിടുത്തെ ജെയിന്റ് വീലിൽ കയറരുത് കേട്ടോ. കയറിക്കഴിഞ്ഞാൽ പെട്ടുപോകും, പിന്നെ ഇറങ്ങാനും പറ്റില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ മുകളിലിരുന്ന് ടോപ്പ് വ്യൂസൊക്കെ കണ്ടു, നന്നായി എൻജോയ് ചെയ്തു. പക്ഷേ കുട്ടൂനും കുഞ്ഞനും എങ്ങനെയെങ്കിലും ഒന്ന് ഇറങ്ങിയിട്ട് താഴെയുള്ള റൈഡ്സിൽ കയറിയാൽ മതി എന്നായിട്ടോ. ഇതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ കമ്പാർട്ട്മെൻറ്റ് താഴെ എത്തുമ്പോൾ അതിലുള്ള ആൾക്കാരെ ഇറക്കുകയാണ്. അപ്പോൾ ഇത് ഒരു റൗണ്ട് അടിക്കാൻ തന്നെ ഒരു 10 മിനിറ്റ്സ് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അടുത്തതാണ് ഈ ജമ്പിങ്, ബൗൺസിങ്. ഇവർ രണ്ടുപേരും നന്നായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ. അപ്പോൾ ഒരു ട്രെയിനി ഉണ്ടായിരുന്നു, അവർ നന്നായിട്ട് ട്രെയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു. എല്ലാവരുമായിട്ടും നല്ല ഫ്രണ്ട്ലി ആയിട്ട് നല്ല രീതിയിൽ ടിപ്സും ട്രിക്സൊക്കെ പറഞ്ഞ് കൊടുക്കുന്നുണ്ടായിരുന്നു. കുറേ ഗെയിംസൊക്കെ അവർ കളിപ്പിച്ചു. ഈ ഒരു ടൈമിലാണ് ഞങ്ങൾ വേറെ കുറച്ച് ഫാസ്റ്റ് റൈഡ്സിലൊക്കെ കയറിയത്. പക്ഷേ 2 റൈഡ്സിലാണ് ഞങ്ങൾ കയറിയുള്ളൂ. ഇനിയും പറ്റുകയാണെങ്കിൽ ഞങ്ങൾ പോയിട്ട് എൻജോയ് ചെയ്യണം എന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ രണ്ടുപേരും അങ്ങനെ അടുത്ത റൈഡിൽ കയറി. അത് ഒരു മറ്റേ കാറിൻ്റെ റൈഡില്ലേ, അതിങ്ങനെ ഫുള്ളിങ്ങനെ കറക്കി കൊണ്ടുപോകും. ക്രേസി ഫ്ലൈ ആണ് അതിൻ്റെ പേര് കേട്ടോ. അത് രണ്ടുപേരും ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഫുൾ സർക്കിൾ ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് കൊണ്ടുപോകും. നല്ല ഫാസ്റ്റിൽ കൊണ്ടുപോകും കേട്ടോ. നല്ല രസമായിരുന്നു, ഫണ്ണായിരുന്നു. ആഫ്റ്റർ എ ലോങ് ടൈം ഞാൻ എൻജോയ് ചെയ്തു. നല്ല രസമായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ജെയിന്റ് വീൽ പോലെ എന്ന് പറയാൻ പറ്റില്ല, കുറച്ചുകൂടെ ഫാസ്റ്റ് ബെറ്റർ റൈഡാണ്. ഒരു ഊഞ്ഞാലിൽ നിന്ന് നമ്മൾ ആടുന്നത് നമുക്ക് മുകളിൽ നിന്ന് എല്ലാ കാഴ്ചകളൊക്കെ കണ്ട് നല്ല രസമായിട്ട് സ്വിങ് ചെയ്തിട്ട് എൻജോയ് ചെയ്യാം. അങ്ങനത്തെ ഒരു റൈഡായിരുന്നു കേട്ടോ അത്. അതും സൂപ്പറായിരുന്നു. ഇനിയും അവിടെ വേറെ ഇങ്ങനെ ഫുൾ തല കുത്തി മറിയുന്ന റൈഡ്സൊക്കെ ഉണ്ടായിരുന്നു. നിധി പറയുണ്ടായിരുന്നു അതിലൊക്കെ കയറാമെന്ന്. എന്തോ ഞാൻ പണ്ട് എല്ലാ റൈഡ്സിലും കയറിയിരുന്നതാണ് കേട്ടോ ഈ തലകുത്തി മറിയണമൊക്കെ. എന്തോ എനിക്ക് ഇപ്പോൾ ഇങ്ങനെ ഫുൾ ഉൾട്ടയൊക്കെ കറങ്ങാനായിട്ട് കുറച്ച് ടെൻഷൻ ഉണ്ട് കേട്ടോ. എന്താണെന്നറിയില്ല, ഒന്ന് കയറി നോക്കണം നെക്സ്റ്റ് ടൈം പോകുമ്പോൾ. സോ ഞങ്ങൾ അങ്ങനെ റൈഡ്സിലൊക്കെ കയറി തിരിച്ചു വന്നു കേട്ടോ. എന്നിട്ട് ഇവരെ ഇറക്കി ഇവരുടെ ടൈമും അപ്പോഴേക്കും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. കുഞ്ഞൻ കയറിയതാണ് ഈ ഒരു അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരു സംഭവം. വലിയ അഡ്വഞ്ചറസ് ഒന്നല്ല, കുഞ്ഞിനെ കുറേ കെട്ടിപ്പൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അവൾ നന്നായി എൻജോയ് ചെയ്തു. അവളുടെ ഫേവറേറ്റ് റൈഡ് ഇതായിരുന്നു എന്നാണ് പറഞ്ഞത് കേട്ടോ. അങ്ങനെ ഈ ഒരു റൈഡും കൂടെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങി. അപ്പം തന്നെ ടൈം 12 ആയിട്ടുണ്ടായിരുന്നു. ഈ ഒരു എക്സ്പോ 12:30 വരയ്ക്കാണ് ഉള്ളത്. ഓൾമോസ്റ്റ് എല്ലാ പവലിയൻസും ക്ലോസ്ഡ് ആയിരുന്നു കേട്ടോ ഈ ഒരു ടൈം ആയപ്പോഴേക്കും. ഞങ്ങൾ ലാസ്റ്റ് ഇത് കഴിഞ്ഞ് തൊട്ടടുത്തുള്ള ആഫ്രിക്കൻ പവലിയനിലും കയറിയിട്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. അങ്ങനെ കുഞ്ഞനവിടെ കളിക്കുമ്പോൾ ഞാനും കുട്ടും വന്നിട്ട് ഇവിടെ ഇരുന്നിട്ട് കുറച്ച് വീഡിയോസ് എടുത്തു കേട്ടോ. കുട്ടൂസിൻ്റെ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് ഞങ്ങളങ്ങനെ ആഫ്രിക്കൻ പവലിയനിൽ പോയിട്ടോ. ആഫ്രിക്കൻ പവലിയൻ എപ്പോഴും വൺ ഓഫ് മൈ ഫേവറേറ്റ് പവലിയൻ തന്നെയാണ്. അപ്പോൾ ഗ്ലോബൽ വില്ലേജിൽ പോകുമ്പോഴൊക്കെ എല്ലാ തവണയും ഞാൻ കയറുന്ന ഒരു പവലിയനാണ് ആഫ്രിക്കൻ പവലിയൻ.
ഇവരുടെ ചെറിയ 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 വർക്കും ആ ചെറിയ സാധനത്തമ്മയുള്ള മൈന്യൂട്ട് ഡീറ്റെയിലിംഗ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷേ ഇപ്രാവശ്യം ഞങ്ങൾ ആഫ്രിക്കൻ പവലിയനിൽ കയറിയപ്പോൾ ഓൾമോസ്റ്റ് ഓൾ സ്റ്റോൾസ് ക്ലോസ്ഡ് ആയിരുന്നു. അത് കാരണം എനിക്ക് എല്ലാം നന്നായി എൻജോയ് ചെയ്യാൻ പറ്റിയില്ല. ഞങ്ങള് സൂപ്പറായിട്ട് എൻജോയ് ചെയ്തൊരു ദിവസമായിരുന്നു കേട്ടോ. ഞങ്ങള് റൈഡ്സിലൊക്കെ കയറി. കുഞ്ഞനും കുട്ടും ബൗൺസിങ്ങിൽ പോയപ്പോൾ ഞാനും നിധിയും കൂടെ മറ്റേ റൈഡ്സിലെല്ലാം കയറി കേട്ടോ. ആഫ്റ്റർ വെരി ലോങ് ഇയേഴ്സ് ഞങ്ങൾ കുറേ റൈഡ്സിലൊക്കെ കയറി നന്നായി എൻജോയ് ചെയ്തൊരു ദിവസമാണ്. എന്നിട്ട് ഞാൻ ഒരു ക്ലൈംബ് ചെയ്യുന്ന ഒരു സാധനത്തിൽ കയറി കുഞ്ഞൻ ലാസ്റ്റായിട്ട്. ഫൈനലി ഞങ്ങൾ ആഫ്രിക്കൻ പവലിയനിൽ ലാസ്റ്റായിട്ട് കയറിയിട്ട് ഇതാ ഇറങ്ങുകയാണ് കേട്ടോ. ഇഫ് പോസിബിൾ ഞങ്ങൾ ഒന്നുകൂടെ ഇവിടെ വരും. ഇനി എൻ്റെ ബ്രദറൊക്കെ വരുമ്പോൾ ഞങ്ങൾ ഒന്നും കൂടെ ഞങ്ങൾ ഇവിടെ വന്നിട്ട് എൻജോയ് ചെയ്യാൻ പ്ലാൻ ഉണ്ട് അല്ലേ കുഞ്ഞാ? സോ ഞങ്ങൾ ഇനിയും കുറച്ച് പവലിയൻസ് ഒക്കെ കാണാനുണ്ട്. അപ്പോൾ മേ ബി നെക്സ്റ്റ് വിസിറ്റിൽ ഞങ്ങൾ ആ പവലിയൻസ് എല്ലാം കാണും. അങ്ങനെയാണ് നമ്മുടെ പ്ലാൻ. സോ വി ആർ ഗോയിങ് ഗൈസ്. സോ സ്റ്റേ ട്യൂൺ വിത്ത് അസ്. ഞങ്ങൾ ഇനിയും നല്ല നല്ല വ്ളോഗ്സും പുതിയ പുതിയ സ്ഥലങ്ങളൊക്കെ ആയിട്ട് തിരിച്ചു വരാം. അതുവരയ്ക്കും ബൈ ആൻഡ് ഗുഡ് നൈറ്റ് എവരിവൺ. ബൈ ബൈ.